കഴിക്കാൻ പറ്റില്ല. കാരണം കഴിച്ചാൽ എവിടെ പോകും? നരകത്തിൽ പോകും. നരകവർണ്ണനയുടെ ഭീകരതയുണർത്തിയ ഭയം ഇഡലിയും ദോശയും കഴിക്കാൻ സമ്മതിക്കുകയില്ല. കഞ്ഞിയും പയറും മാത്രമേ കഴിക്കുകയുള്ളൂ. ദിവസവും കഞ്ഞിയും പയറും. രാവിലെ എണീറ്റ വിശന്നാൽ കഞ്ഞിയും പയറും, ഉച്ചയ്ക്ക് വിശന്നാൽ പയറും കഞ്ഞിയും, വൈകുന്നേരം വിശന്നാൽ കഞ്ഞി പയറിലിട്ട്, പിറ്റേ ദിവസം വിശന്നാൽ പയറ് കഞ്ഞിയിലിട്ട്. അങ്ങനെ പയറും കഞ്ഞിയുടെ വ്യത്യസ്ത കോമ്പിനേഷനുകൾ നിങ്ങളിങ്ങനെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു 5-8 മാസം അല്ലെങ്കിൽ 1-2 വർഷം കഴിഞ്ഞിട്ട് ഞാൻ നിങ്ങളെ കാണാൻ വരികയാണ്. ഇപ്പം എല്ലാവരെയും കണ്ട് സന്തോഷത്തോടെ ഇരിക്കുകയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ സന്തോഷത്തോടു കൂടിയാണോ അല്ല എന്ന് പറയാൻ മടിച്ചിട്ടാ എന്ന് പറയും. ആവശ്യത്തിന് കഞ്ഞിയും പയറും ഒക്കെ കിട്ടുന്നില്ലേ? ഓ, കിട്ടുന്നുണ്ട്. ബാക്കിയാണ്, ദിവസം കൊണ്ട് കളയാണ്. ബാക്കി വന്നിട്ടേ എന്നിട്ട് കഞ്ഞിയും പയറും ബാക്കി വരുന്നത് കൊണ്ട് കളയാറുണ്ട്. ഇഷ്ടം പോലെ ഭക്ഷണമുണ്ട്. എന്നിട്ടെന്താ നിങ്ങൾ ഇങ്ങനെ മെലിഞ്ഞു വരണത്? കഞ്ഞിയും പയറും ഒന്നും കിട്ടുന്നില്ലേ? കിട്ടുന്നുണ്ട്. വിശക്കുന്നില്ലേ? വിശക്കുന്നുമുണ്ട്. എന്നിട്ടെന്താ ആരോഗ്യം ഇങ്ങനെ ക്ഷയിച്ചു വരുന്നത്? അതോ എന്നും ഈ കഞ്ഞിയും പയറും കുടിച്ചാലേ നാവിനൊരു സ്വാദുണ്ടാവില്ല. ആരോഗ്യമുണ്ടാകണമെങ്കിൽ വിശക്കുമ്പോൾ വ്യത്യസ്ത രുചികളോട് കൂടിയിട്ടുള്ള ആഹാരം കഴിക്കണം. എന്നാൽ മാത്രമേ ശരീരത്തിൻ്റെ ആരോഗ്യം നിൽക്കുകയുള്ളൂ. കഞ്ഞിയും പയറും മാത്രം കഴിച്ചുകൊണ്ടിരുന്ന ആരോഗ്യം ക്ഷയിക്കും. ആരോഗ്യത്തിനപ്പം ഏറ്റവും നല്ലതെന്താ? വ്യത്യസ്ത രുചികളോട് കൂടിയിട്ടുള്ള ആഹാരം. ഭിന്ന രുചി. ലോകത്തുള്ളവർക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള രുചിഭേദങ്ങൾ, വ്യത്യസ്തങ്ങളായിട്ടുള്ള രുചിഭേദങ്ങളോട് കൂടിയവർക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള ആഹാരം. സംശയമൊന്നുമില്ലല്ലോ കാര്യത്തിൽ. ഇത് വളരെ യുക്തി സഹം ആണല്ലോ. ഇനി ഇതിനെ ഞാൻ ദൈവങ്ങളിലേക്ക് എടുക്കുകയാണ്. വ്യത്യസ്തരായിട്ടുള്ളവർക്ക്, വ്യത്യസ്ത രുചികളോട് കൂടിയവർക്ക്, വ്യത്യസ്തങ്ങളായിട്ടുള്ള പൂർവജന്മാർജിത സംസ്കാരങ്ങളുള്ളവർക്ക് ആരാധിക്കുവാൻ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഈശ്വരന്മാരും ഈശ്വരിമാരും വേണം. ഒറ്റ ഈശ്വരനോ ഈശ്വരിയോ മാത്രമായാൽ, ഒറ്റ പുസ്തകം മാത്രമായാൽ ആരോഗ്യത്തിന് കേടാണ്. അപ്പോൾ കുറച്ച് നമുക്കൊന്നും കൂടി വിശദീകരിക്കാം. ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ഒരൊറ്റ പുസ്തകക്കാരിലേക്കും ഒരൊറ്റ ദൈവത്തെ ആരാധിക്കുന്നവരിലേക്കും കൊണ്ടുപോവാണ്. ഞാൻ നിങ്ങളെ മനസ്സുകൊണ്ട് ഇറാനിലേക്കും ഇറാഖിലേക്കും ക്ഷണിക്കുകയാണ്. ഇറാനിലും ഇറാഖിലും ഒറ്റ പുസ്തകം വായിക്കുന്നവരേ ഉള്ളൂ, ഒറ്റ ദൈവത്തെ ആരാധിക്കുന്നവരേ ഉള്ളൂ. പേര് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. അവിടെ അമേരിക്കക്കാർ വരുന്നതിന് മുമ്പും അമേരിക്കക്കാർ വന്നതിന് ശേഷമല്ല, ചരിത്രം എടുത്ത് നോക്കിയാൽ അമേരിക്കക്കാർ വരുന്നതിന് മുമ്പും ഇറാനികൾക്കും ഇറാഖികൾക്കും തമ്മിൽ കണ്ട ദേഷ്യമാണ്. ഇറാനി ഇറാഖിയെ കണ്ട ദേഷ്യമാണ്, ഇറാഖിക്ക് ഇറാനെ കണ്ട ദേഷ്യമാണ്. ഒറ്റ ദൈവവും ഒറ്റ പുസ്തകവും. ഈ ഒറ്റ ദൈവവും ഒറ്റ പുസ്തകവും വായിക്കുന്ന ഇറാനികളും ഇറാഖികളും തമ്മിലില്ലാത്ത സമാധാനം. ഒറ്റ ദൈവവും ഒറ്റ പുസ്തകമേ ഉള്ളൂ. ഈ ഒറ്റ പുസ്തകം വായിച്ചാൽ, ഈ ഒരൊറ്റ ദൈവത്തെ ആരാധിച്ചാൽ ലോകം മുഴുവൻ സമാധാനം വരും എന്ന യുക്തി സഹമാണോ? ആണെങ്കിൽ എന്തുകൊണ്ട് ഈ ഒറ്റ പുസ്തകം വായിക്കുന്ന, ഈ ഒറ്റ ദൈവത്തെ ആരാധിക്കുന്ന ഇറാനികളും ഇറാഖികളും തമ്മിൽ സമാധാനം ഉണ്ടാവുന്നില്ല? ഇറാനികളും ഇറാഖികളും തമ്മിൽ ഉണ്ടാകാത്ത സമാധാനം